എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യയിലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് മേഖലയിൽ വലിയൊരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുള്ള കമ്പനിയാണ് ആദിത്യ ബിർള ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതായത് നമ്മൾ കൃത്യമായി നടക്കുക അല്ലെങ്കിൽ ജിം വർക്കൗട്ട് ചെയ്യുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ 100% വരെ പ്രീമിയം വേവർ, അടുത്ത കൊല്ലം പ്രീമിയം അടക്കേണ്ടാത്ത ഫീച്ചർ കൊണ്ടുവന്നിട്ടുള്ള, കഴിഞ്ഞ 5-6 കൊല്ലമായിട്ട് അവരുടെ പ്രൊഡക്റ്റുകളിലും ഒക്കെയുള്ള ഒരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുള്ള, അതായത് ക്ലെയിം കൊടുക്കുകയല്ല, ആളുകളെ കസ്റ്റമേഴ്സിനെ ഹെൽത്തി ആക്കുക എന്നുള്ള ഒരു ആംഗിൾ കൊണ്ടുവന്നിട്ടുള്ള കമ്പനിയാണ് എന്നറിയാമല്ലോ. അപ്പോൾ അതിന്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ആയിട്ടാണ് ഇപ്പോൾ ആക്റ്റീവ് യുവ എന്നുള്ള ഒരു പുതിയ പ്രൊഡക്റ്റ് കമ്പനി കൊണ്ടുവന്നിട്ടുള്ളത്. യൂത്തിന് വേണ്ടി സ്പെസിഫിക് ആയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ്, അതായത് മെറ്റേണിറ്റി ഇതിൽ ആഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അൺലിമിറ്റഡ് സമ്മർഷോർഡ്, അതായത് സമ്മർഷോർഡ് ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. വിദേശത്തേക്ക് ട്രാവൽ ചെയ്യുന്നവർക്ക് ഇൻഷുറൻസ് ഓൺ ഓഫ് ചെയ്യാനുള്ള, ഓഫ് ചെയ്തിട്ട് പോയി തിരിച്ചു വരുമ്പോൾ ഓൺ ചെയ്യാനുള്ള ഒരുപാട് ഫീച്ചേഴ്സ്, അതിനെ കുറിച്ചൊക്കെ ഞാൻ സംസാരിക്കാം. യൂത്തിന് വേണ്ടി സ്പെസിഫിക്കലി, അതായത് 25 to 35 ഇയേഴ്സ് ഉള്ള ആളുകളെയാണ് കമ്പനി ഇതിൽ മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഈ പ്ലാനിലുണ്ട്. അപ്പോൾ ഈ പ്ലാനിനെ കുറിച്ച് മുഴുവൻ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി വീഡിയോ അവസാനം വരെ കാണുക. ഈ ചാനൽ നിങ്ങൾ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ബിനോയ്. ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ബാങ്കിങ് രംഗത്ത് കഴിഞ്ഞ 20 കൊല്ലമായി പ്രവർത്തിക്കുന്നു. ആദ്യം തന്നെ ആക്റ്റീവ് യുവ പ്ലാനിന്റെ യുണീക് സെല്ലിംഗ് പോയിന്റ്സ്, എന്തിനു വേണ്ടി നമ്മൾ ഈ പ്ലാൻ എടുക്കണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഡിഫറൻസ് മറ്റു പ്ലാനുകളുമായിട്ടുള്ളത്. ഒരു 8ഓളം പുതിയ ഫീച്ചേഴ്സുമായിട്ടാണ് ഈ ആക്റ്റീവ് യുവ പ്ലാൻ വന്നിട്ടുള്ളത്. അതാദ്യം നോക്കാം. അതിനുശേഷം ജനറൽ കണ്ടീഷൻസ്, എലിജിബിലിറ്റി കണ്ടീഷൻസ്, വെയിറ്റിംഗ് പീരീഡ്സ് ഒക്കെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രധാന USP എന്ന് വെച്ചാൽ എൻഹാൻസ്ഡ് ഹെൽത്ത് റിട്ടേൺസ്. പഴയ പ്ലാനുകളിൽ ഉണ്ടായിരുന്നു, ആക്റ്റീവ് 1 മാക്സിലൊക്കെ ഉണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ നമുക്ക് 10,000 സ്റ്റെപ്സ് ഒരു ദിവസം നടന്നാൽ ഒരു ആക്റ്റീവ് ഡേ ആയിട്ട് വരും. അങ്ങനെ 325 ദിവസം നടന്നാൽ 100% നമുക്ക് പ്രീമിയം വേവർ, അടുത്തോളം പ്രീമിയം അടയ്ക്കേണ്ട. അതിന് വരെ 275 ദിവസമാണ് ഒരു വർഷം നടക്കുന്നെങ്കിൽ 50%, അങ്ങനെ അല്ലെങ്കിൽ 13 ഡേയ്സ് പെർ മന്ത്, അങ്ങനെ 12 മാസം അടക്കുകയാണെങ്കിൽ 30% ഡിസ്കൗണ്ട്. അങ്ങനെ ഹെൽത്ത് റിട്ടേൺ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ജിമ്മിൽ വർക്കൗട്ട് 300 കലോറി ബേൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആക്റ്റീവ് ഡേ. ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പ്രീമിയം വേവർ ഉണ്ടായിരുന്നു. ഇവിടെ എന്നാൽ ഈറ്റ്, മൂവ്, ഹീൽ എന്നുള്ള 3 കാര്യങ്ങളും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ 2 നേരം ഭക്ഷണം കഴിച്ചിട്ട് അതിന്റെ ഫോട്ടോ ആക്റ്റീവ് ഹെൽത്ത് ആപ്പ് ഉണ്ട് ആദിത്യ ബിർളയുടെ, ആ ആപ്പിൽ നമ്മൾ പിക്ചർ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ 10% ഈ ഹെൽത്ത് റിട്ടേണിൽ ബൂസ്റ്റർ കിട്ടും. അതായത് ഒരാൾക്ക് 10% ഹെൽത്ത് റിട്ടേൺസ് ബൂസ്റ്റർ കിട്ടും. അതുപോലെ തന്നെ 10,000 സ്റ്റെപ്പാണ് കമ്പനി കഴിഞ്ഞ പ്ലാനുകളിലൊക്കെ പറഞ്ഞിരുന്നത്. ഇവിടെ 7,500, അതായത് ചിലപ്പോൾ 7,500 സ്റ്റെപ്പ് അല്ലെങ്കിൽ 999 സ്റ്റെപ്പ് വരെ. ഈ 7,500-ഉം 999-നും, അതായത് 10,000 ഇടയ്ക്കുള്ള സ്റ്റെപ്പുകൾ നടന്നാൽ ഒരു മാസത്തിൽ അത്ര 7,500 സ്റ്റെപ്പ് വെച്ച് നടക്കുന്നു. 9,999 വരെ ആണെങ്കിൽ ഒരു 4 ആക്റ്റീവ് ഡേ ആയിട്ട് അതിനെ ആഡ് ചെയ്ത് കൂട്ടും. അതുപോലെ തന്നെ 7 മുതൽ 8 മണിക്കൂർ വരെ ദിവസം ഉറങ്ങുക, 21 ദിവസം ഉറങ്ങിക്കഴിഞ്ഞാൽ അതൊരു 15% എക്സ്ട്രാ ഹെൽത്ത് റിട്ടേൺ ആയിട്ട് കൂട്ടും. ഇതൊക്കെ എന്ന് വെച്ചാൽ ആളുകളുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ, അതായത് ഇപ്പൊ 2 മീൽസ് കൃത്യമായിട്ട് കഴിക്കുന്നുണ്ട്, അത് ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ കൃത്യമായിട്ടുള്ള ഭക്ഷണം, കൃത്യമായിട്ടുള്ള ഉറക്കം, മൂവ്മെന്റ് ഒക്കെ വന്ന് ആളുകൾ ഹെൽത്തി ആവാൻ വേണ്ടി, ഹെൽത്തി ആയി കഴിഞ്ഞാൽ അതിന് ഒരു ഹെൽത്ത് റിട്ടേൺ ആയിട്ട് ഒരു പ്രീമിയം വേവർ ആയിട്ട് കൊടുക്കുന്ന ഒരു ഫീച്ചറാണ്. വളരെ നല്ലൊരു ഫീച്ചറാണ്. ഈ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നതും 2 യൂത്തുകൾ കൂടിയായിട്ടാണ് കമ്പനി അറിയിച്ചിട്ടുള്ളത്. 25 വയസ്സുള്ള 2 യൂത്താണ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ളത്. അവരുടെ നീഡ് മനസ്സിലാക്കിയിട്ടാണ്. അപ്പം ഇതൊക്കെയാണ് ഈ എൻഹാൻസ്ഡ് ഹെൽത്ത് റിട്ടേൺസ് എന്നുള്ള ഫീച്ചർ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു USP, യുണീക് സെല്ലിംഗ് പോയിന്റ് ആണ് അൺലിമിറ്റഡ് സം അഷ്വേർഡ് കമ്പനി കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് ഇപ്പം 5 ലക്ഷം മുതൽ 1 കോടി വരെയാണ് ഈ പ്ലാൻ നമുക്ക് എടുക്കാൻ പറ്റുന്ന സം അഷ്വേർഡ്. പക്ഷെ അൺലിമിറ്റഡ് സം അഷ്വേർഡ്, അതായത് സം അഷ്വേർഡ് ഇല്ല, അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മുന്നേ ഒരു കമ്പനിക്ക് ഇതുണ്ടായിരുന്നു, നിവാബൂബ കമ്പനിക്ക് ഉണ്ടായിരുന്നു. ഇതിപ്പോ ആദിത്യ ബിർളയും കൂടി ആഡ് ചെയ്തിരിക്കുകയാണ്. ഈ പ്ലാൻ ഇതാണെങ്കിൽ നമ്മൾ വിചാരിക്കും അൺലിമിറ്റഡ് സം അഷ്വേർഡ് ആയപ്പോൾ നമുക്കൊരു 2 കോടിയുടെ 3 കോടിയുടെ 5 കോടിയുടെ ക്ലെയിം വന്നാലും കിട്ടും. അങ്ങനെ സം അഷ്വേർഡ് എന്നുള്ള കൺസെപ്റ്റ് ഇല്ല. അപ്പൊ ഒരുപാട് പ്രീമിയം വരും എന്നുള്ള രീതിയിലാണ് നമ്മൾ വിചാരിക്കുക. പക്ഷേ കമ്പനി അറിയിച്ചതനുസരിച്ച് 10 ലക്ഷം രൂപ സം അഷ്വേർഡിന് എടുക്കുന്നതിന്റെ ഡബിൾ പ്രീമിയം അത്രേ വരുള്ളൂ. അതായത് അൺലിമിറ്റഡ് ടൈംസ് സം അഷ്വേർഡ് കിട്ടും. അപ്പോൾ യൂത്ത് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇത് ഓപ്റ്റ് ചെയ്യുന്നതല്ലാണ്. വലിയൊരു പ്രീമിയം വരുന്നില്ല. നിങ്ങളുടെ പ്രീമിയം അറിയണമെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പ്രീമിയം എടുത്തു തരാൻ സഹായിക്കും. അതുപോലെ തന്നെ പ്ലാൻ പർച്ചേസ് ചെയ്യണമെങ്കിലും എനിക്ക് വാട്സപ്പ് ചെയ്യാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ എൻഹാൻസ്ഡ് ഹെൽത്ത് റിട്ടേണും ഒരു ഇൻബിൽറ്റ് ആയിട്ടുള്ള ഫീച്ചറാണ്.
അൺലിമിറ്റഡ് സം അഷ്യൂർഡ് എന്ന് വെച്ചാൽ നമ്മൾ ഓപ്റ്റ് ചെയ്തെടുക്കേണ്ടതാണ്. അതായത് 5 ലക്ഷം എടുക്കാം, 10 ലക്ഷം എടുക്കാം, അല്ലെങ്കിൽ അൺലിമിറ്റഡ് സം അഷ്യൂർഡ് എടുക്കാം, ഓപ്റ്റ് ചെയ്തെടുക്കേണ്ടതാണ്. മൂന്നാമത് വരുന്നത് യുവ ക്രെഡിറ്റ് എന്നുള്ളതാണ്. ഇത് ഇൻബിൽട്ട് ആയിട്ടുള്ള ഫീച്ചറാണ്. നമ്മൾ മുന്നേ ഉള്ള ആക്റ്റീവ് 1 മാക്സിൽ 5x, അതായത് നമ്മൾ ക്ലെയിം ഒന്നും വന്നില്ലെങ്കിൽ എല്ലാ കൊല്ലവും പ്രീമിയം കൂടി ഡബിൾ ചെയ്ത് 10 ലക്ഷം 60 ലക്ഷം ആവുന്നല്ലേ പറഞ്ഞിരുന്നത്. ഇതിൽ എന്താണെന്ന് വെച്ചാൽ 11x വരെ പോകുന്നുണ്ട്. അതായത് 10 കൊല്ലം നമുക്ക് ക്ലെയിം ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ 10 കൊല്ലം നമ്മൾ റിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ 10 ലക്ഷത്തിന്റെ പ്ലാൻ 1,10,00,000ത്തിലേക്ക് 11ാമത്തെ വർഷം എത്തുമെന്നുള്ള 11x ഫീച്ചർ കൊണ്ടുവന്നിരിക്കുകയാണ്. അതുപോലെ OPD ഫീച്ചർ ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി മികച്ച രീതിയിലുള്ള OPD ഫീച്ചർ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടയ്ക്കുന്ന പ്രീമിയത്തിന്റെ 1x to 5x എത്ര ടൈം, അതായത് 10,000 രൂപ പ്രീമിയം അടയ്ക്കുന്ന ആളാണെങ്കിൽ 50,000 രൂപ വരെ നമുക്ക് OPD കിട്ടുന്ന രീതിയിൽ, അതായത് ഡോക്ടർ വിസിറ്റ്, ഫാർമസി, ഡയഗ്നോസ്റ്റിക്സ് ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു ഫീച്ചറാണ്. ഒരു കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു OPD പ്ലാറ്റ്ഫോമിലാണ് ഇത് ചെയ്യുന്നത്. ഇതൊരു ആഡ് ഓൺ ഫീച്ചറാണ്. ഈ പ്ലാൻ എടുക്കുമ്പോൾ ഇത് OPD നമ്മൾ ആഡ് ചെയ്തെടുക്കേണ്ടതാണ്. ആഡ് ഓൺ ആണ്, ഇൻബിൽട്ട് അല്ല, ആഡ് ഓൺ ഫീച്ചറാണ്. ഈ പ്ലാനിൽ അടുത്തൊരു ബെനിഫിറ്റ് ഇൻകം പ്രൊട്ടക്ട് എന്നുള്ള ഒരു ബെനിഫിറ്റ് ആണ്. ഒരു റൈഡർ ആണിത്, അതായത് ആഡ് ഓൺ ചെയ്തെടുക്കേണ്ടതാണ്. അതായത് നമ്മളിപ്പം ഒരു കണ്ടിന്യൂസ് ഹോസ്പിറ്റലൈസേഷൻ, ഒരു 7 days ആൻഡ് എബോവ് ഹോസ്പിറ്റലൈസേഷൻ വരുമ്പോൾ നമുക്ക് ഒരുപാട് ചിലപ്പോൾ ജോലിക്ക് കൃത്യമായിട്ട് പോകാൻ പറ്റില്ല, ജോബിൽ ചിലപ്പോൾ സാലറി കട്ട് അല്ലെങ്കിൽ വേജ് കട്ട് ഒക്കെ ഉണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് ഇൻകം പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു 50,000 to 1 lakh rupees നമുക്ക് കമ്പനി തരുന്ന ഒരു ഓപ്ഷനാണ്. അതായത് ലോങ് ടേം മെഡിക്കൽ എമർജൻസി വരുമ്പോൾ 7 days ആൻഡ് എബോവ് വരികയാണെങ്കിൽ നമുക്കൊരു 50,000 രൂപയോ 1 ലക്ഷം രൂപയോ ഒരുമിച്ചൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള എമൗണ്ട് തരുന്ന ഒരു ഫീച്ചറാണ്. ഇത് ഇൻബിൽട്ട് അല്ല, ആഡ് ഓൺ ആയിട്ട് എടുക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ എന്തായാലും ക്ലിക്ക് ചെയ്യുക. കാരണം യൂട്യൂബിന്റെ മാട്രിക്സ് അങ്ങനെയാണ്, നിങ്ങളുടെ ലൈക്കിനനുസരിച്ചാണ് കൂടുതൽ പേരിലേക്ക് വീഡിയോ എത്തിക്കുന്നത്. അതുകൊണ്ട് ലൈക്ക് ബട്ടൺ എന്തായാലും പ്രസ് ചെയ്യുക. അടുത്ത USB വേൾഡ് വൈഡ് മെറ്റേണിറ്റി കവറാണ്. ആദ്യത്തെ പേരിലേക്ക് മുൻപ് ഉണ്ടായിരുന്നു, ആക്റ്റീവ് ഫിറ്റ് എന്ന് പറഞ്ഞ പ്ലാൻ ഉണ്ടായിരുന്നു. 3 year വെയിറ്റിംഗ് ആയിരുന്നു. ഇവിടെ നമുക്ക് 1 year വെയിറ്റിംഗിൽ തന്നെ കിട്ടും. അതുപോലെ തന്നെ സിംഗിൾ ആയിട്ടുള്ള ആളുകൾക്കും എടുക്കാൻ സാധിക്കും. അതായത് ഇപ്പൊ 25 വയസ്സ് 26 വയസ്സുള്ള ഒരാൾ എടുത്തു, മാരീഡ് അല്ല, ഒരു 2-3 years മാരീഡ് ആവും എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ അയാൾ എടുത്തു കഴിഞ്ഞാൽ 3 years കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ 29 വയസ്സിൽ മാരേജ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ തന്നെ, അതായത് അടുത്ത പ്രഗ്നൻസിക്ക് പിന്നെ വെയിറ്റിംഗ് പീരീഡ് ഒന്നും വരുന്നില്ല എന്നുള്ള ഫീച്ചർ ഉണ്ട് ഇതില്. ഈ മെറ്റേണിറ്റിയില് പ്രീ ആൻഡ് പോസ്റ്റ് ഡേറ്റ്, അതായത് ന്യൂ ബോൺ കവറിംഗ് ഉണ്ട്. അഡോപ്ഷൻ ഒരു 50,000 രൂപ ലീഗൽ എക്സ്പെൻസിന് കവറേജ് വരുന്നുണ്ട്. അസിസ്റ്റന്റ് റീപ്രൊഡക്ഷൻ IVF പോലെയുള്ള കവറേജ് വരുന്നുണ്ട്. എഗ് ഫ്രീസിംഗ് സപ്പോർട്ട് ഉണ്ട്. ഇതിലൊക്കെ ഉണ്ട്. ഇത് കുറച്ച് എനിക്ക് തോന്നുന്നത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള റൈഡർ ആണ്. കുറച്ച് എമൗണ്ട് കൂടുതലായിട്ടാണ് എനിക്ക് പ്രീമിയം എടുത്ത് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന്റെ പ്രീമിയം എടുത്ത് നോക്കാവുന്നതാണ്. റൈഡർ ഉള്ളതും റൈഡർ ഇല്ലാത്തതുമായിട്ട് പ്രീമിയം എടുത്ത് നോക്കാവുന്നതാണ്. എന്നെ ഈ നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ അങ്ങനെ നോക്കാം. നിങ്ങൾക്ക് ഈ പ്ലാൻ പർച്ചേസ് ചെയ്യാനും എന്നെ വാട്സ്ആപ്പ് ചെയ്യാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഓൺ ഓഫ് എന്നുള്ള. ഇൻഷുറൻസ് പോളിസി ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സാധിക്കുന്ന ഒരു പോളിസിയാണിത്. അതായത് നമ്മൾ യുവജനങ്ങളുടെ പ്ലാനാണുള്ളത്. 25 to 35 40 years ഉള്ള ആളുകൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇടയ്ക്ക് ഇപ്പൊ IT പ്രൊഫഷണൽസ് അല്ലെങ്കിൽ അങ്ങനത്തെ കണ്ടിന്യൂസ് ആയിട്ട് വിദേശത്ത് പോയി വരുന്നവർ, അതായത് ഒരു 1 month 2 monthലേക്ക് പോയി വരുന്ന ആളുകൾ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ 15 days എങ്കിലും നമ്മൾ വിദേശത്തേക്ക് പോവുകയാണെങ്കിൽ ഇൻഷുറൻസ് പോളിസി ഓഫ് ചെയ്തിടാം. അതിനുശേഷം തിരിച്ചു വരുമ്പോൾ നമുക്ക് ഓൺ ചെയ്യാം. 15 days to 90 daysനുള്ളിലാണ് നമുക്ക് ഇത് ഓൺ ചെയ്ത് ഓഫ് ചെയ്തിടാവുന്നത്. 15% ഓഫ് പ്രീമിയത്തിൽ, അടുത്ത പ്രീമിയത്തിൽ നിങ്ങൾക്ക് ഒരു കുറവുണ്ടാവും. ഇതൊരു പുതിയ ഫീച്ചറാണ്, ആദ്യമായിട്ട് ഇൻഡസ്ട്രിയിൽ വരുന്നതായതുകൊണ്ട് ആളുകൾ എത്രമാത്രം ഉപയോഗിക്കുന്ന അറിയില്ല. പക്ഷെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ്. റൈഡർ അല്ല, ഇൻബിൽറ്റ് ആയിട്ടുള്ള ഫീച്ചറാണിത്. അതുപോലെ 2x കവർ ഫ്രം ഡേ 1, അതായത് 10 ലക്ഷത്തിന്റെ പ്ലാൻ എടുക്കുകയാണെങ്കിൽ 20 ലക്ഷം രൂപ തന്നെ ഡേ 1 തൊട്ട് കവറേജ് ഉണ്ടാവും എന്നുള്ളത്. അതായത് 20 ലക്ഷത്തിന്റെ പ്ലാൻ എടുക്കാൻ 40 ലക്ഷം തൊട്ട് തന്നെ ഡേ 1 തൊട്ട് കവറേജ് ഉണ്ടാവും എന്നുള്ള ഫീച്ചറും ഈ പ്ലാനിൽ ഇത് മുൻപ് HDFC കമ്പനിക്ക് ഉണ്ടായിരുന്നു. ആ ഫീച്ചർ ഈ പ്ലാനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞത് യൂണിക് സെല്ലിംഗ് പോയിന്റ്സ് 8 പോയിന്റ്സ് ആണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് പറഞ്ഞത്. ഇനിയിപ്പോ ഇതിലെ അതർ ബേസിക് ഫീച്ചേഴ്സ് നോക്കാം. റൂം റെന്റ് എനി റൂം ആണ്. ഇതിലെ ഏത് റൂം വേണം എടുക്കാവുന്ന ഓപ്ഷൻ ഇതിലുണ്ട്. അതുപോലെ തന്നെ ICU ആക്ച്വൽസ് ആണ്. ICU അഡ്മിറ്റ് ആയാൽ ആക്ച്വൽ ആയിട്ടുള്ള ആക്ച്വൽസ് അപ് ടു സം അഷ്യൂർഡ് പേ ചെയ്യും. ഡേ കെയർ, എല്ലാ ഡേ കെയർ പ്രൊസീജിയേഴ്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ ടെക്നോളജി അഡ്വാൻസ്മെന്റ് കാരണം നമ്മൾ 24 മണിക്കൂറൊന്നും അഡ്മിറ്റ് ആവേണ്ട ആവശ്യമില്ല. നമുക്ക് കീ ഹോൾ സർജറി പോലെ അല്ലെങ്കിൽ കാറ്ററാക്ട് സർജറിക്കൊക്കെ പ്രൊസീജിയർ കഴിഞ്ഞ് പോകാം. അത് കവേർഡ് ആണ്. അതുപോലെ തന്നെ ഇതിൽ 2 hour ഹോസ്പിറ്റലൈസേഷൻ കവേർഡ് ആണ്. ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു ദിവസം കിടക്കണമെന്നില്ല. അതിലൊരു ഒരു അഡ്മിഷൻ വേണം, ഒരു പ്രൊസീജിയർ വേണം, ഡിസ്ചാർജ് വേണം, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ മോഡേൺ റോബോട്ടിക് എല്ലാ സർജറീസും കവേർഡ് ആണ്. ആക്ച്വൽസ് അപ് ടു സം അഷ്യൂർഡ് ആക്ച്വൽസ് കവേർഡ് ആണ്. HIV AIDS കവേർഡ് ആണ്. ആക്ച്വൽസ് അപ് ടു സം അഷ്യൂർഡ് കവേർഡ് ആണ്. ഒബിസിറ്റി ട്രീറ്റ്മെന്റ് കവേർഡ് ആണ്. ആക്ച്വൽസ് അപ് ടു സം അഷ്യൂർഡ് കവേർഡ് ആണ്. അതുപോലെ തന്നെ റോഡ് ആംബുലൻസ്, എയർ ആംബുലൻസ് അപ് ടു സം അഷ്യൂർഡ് ആക്ച്വൽസ് കവേർഡ് ആണ്.
എയർ ആംബുലൻസ് ആക്ച്വൽസ് കവേർഡ് വലിയ ഇമ്പോർട്ടന്റ് ആണ്, അതിന് ലിമിറ്റ് ഒന്നുമില്ല. അതുപോലെ പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ 90 ദിവസം അഡ്മിഷന് മുൻപും ഡിസ്ചാർജ് ആയിട്ട് 150 ദിവസത്തെയും എക്സ്പെൻസസ് നമുക്ക് റീബേഴ്സ്മെന്റ് ചെയ്ത് എടുക്കാൻ സാധിക്കും. ക്ലെയിം പ്രൊട്ടക്ട് ഇൻബിൽറ്റ് ആണ്, അതായത് നമുക്ക് കൺസ്യൂമബിൾസിന്റെ പേയ്മെന്റ് ഒന്നും വരുന്നില്ല. 100% ആയിട്ട് തന്നെ ക്ലെയിം നമുക്ക് നമ്മുടെ ക്ലെയിം എമൗണ്ട് കിട്ടും. കൺസ്യൂമബിൾസിന്റെ കട്ടിംഗ് ഒന്നും ഇല്ല. ഡൊമിസിലറി ഹോസ്പിറ്റലൈസേഷൻ കവേർഡ് ആണ്, അതായത് ഹോസ്പിറ്റലിൽ റൂമില്ലാതിരിക്കുക അല്ലെങ്കിൽ രോഗിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ അത് കവേർഡ് ആണ്. ഡോക്ടറുടെ ലെറ്റർ ഉണ്ടെങ്കിൽ അത് 100% ആക്ച്വൽസ് കവേർഡ് ആണ്, അപ് ടു സം അഷ്യൂർഡ്. അതുപോലെ തന്നെ ആയുഷ് കവേർഡ് ആണ്, ആയുർവേദം, യുനാനി, ഹോമിയോ, സിദ്ധ ഇതിൽ കവേർഡ് ആണ്. ഓർഗാൻ ഡോണർ എക്സ്പെൻസസ് കവേർഡ് ആണ്, അപ് ടു ഹാർവെസ്റ്റിംഗ് കവേർഡ് ആണ്. UR റീലോഡ് എന്നുള്ള ഫീച്ചർ ഉണ്ട്, അതായത് അൺലിമിറ്റഡ് ടൈംസ് ബേസ് സം അഷ്യൂർഡ് റെസ്റ്റോറേഷൻ വരുന്ന ഫീച്ചറാണ്. ഇത് നേരത്തെ പ്ലാനിൽ ഉണ്ടായിരുന്നു, ഈ പ്ലാനിലും അതുകൊണ്ട് UR റീലോഡ് എന്നാണ് പേര്. UR ക്രെഡിറ്റ് നേരത്തെ ഞാൻ പറഞ്ഞു 11x ടൈംസ് ബേസ് സം അഷ്യൂർഡ് 11 ഇയേഴ്സ് കൊണ്ട്, അതായത് 10 ലക്ഷം ആണെങ്കിൽ 1 കോടി 10 ലക്ഷം ആവാം, 20 ലക്ഷം ആണെങ്കിൽ 2 കോടി 20 ലക്ഷം, 20, 40, 60 അങ്ങനെ കൂടി 11x ടൈംസ് ആവുന്ന ഫീച്ചർ ഉണ്ട്. ഇത് അൺലിമിറ്റഡ് സം അഷ്യൂർഡിൽ ഇത് അപ്ലിക്കബിൾ അല്ല. അൺലിമിറ്റഡ് സം അഷ്യൂർഡിൽ സം അഷ്യൂർഡ് ഇല്ലല്ലോ, അപ്പൊ അതില് ഈ പറഞ്ഞ പോലെ ബോണസിന്റെ കാര്യമേ ഇല്ല, എത്ര വേണമെങ്കിലും എടുക്കാം അൺലിമിറ്റഡ് സം അഷ്യൂർഡ്. അതുപോലെ തന്നെ ഓൺ ഓഫ് ഫീച്ചർ, ഇതും ഇൻബിൽറ്റ് ഫീച്ചർ ആണ്. നമുക്ക് വിദേശത്തേക്ക് പോകുന്ന സമയത്ത് 15 ദിവസത്തേക്കോ അല്ലെങ്കിൽ 30 ദിവസത്തേക്കോ 90 ദിവസത്തേക്കോ വിദേശത്തേക്ക് പോകുന്ന സമയത്ത് പോളിസി ഓഫ് ചെയ്തിട്ടിട്ട് പോവാം, തിരിച്ചു വന്ന ഓൺ ചെയ്യാനുള്ള ഫീച്ചർ അവൈലബിൾ ആണ്. അതുപോലെ പ്ലാന്റെ എലിജിബിലിറ്റി കമ്പനിയുടെ വെബ്സൈറ്റിൽ പറയുന്നത് 18 to 65 ആണ്. പക്ഷെ നമ്മൾ പ്രീമിയം എടുക്കുമ്പോൾ അറൌണ്ട് അപ് ടു 45 കിട്ടുന്നുള്ളൂ. അപ്പൊ നിങ്ങളുടെ പ്രീമിയം എടുത്തു തരാം, നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്രീമിയം എടുത്തു തരാം. നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ആക്റ്റീവ് യുവ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പഴയ ബെസ്റ്റ് പ്ലാൻ ആയിട്ടുള്ള ആക്റ്റീവ് 1 മാക്സും നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിൽ 2 അഡൽട്സും 4 കുട്ടികളെയും നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. സം അഷ്യൂർഡ് 5 ലക്ഷം മുതൽ 1 കോടി വരെയാണ്. പിന്നെ അൺലിമിറ്റഡ് സം അഷ്യൂർഡ് ഉണ്ട്. അൺലിമിറ്റഡ് സം അഷ്യൂർഡ് ഓപ്ഷൻ എടുക്കാൻ സം അഷ്യൂർഡ് അതിലില്ല, എത്ര വേണമെങ്കിലും, അതായത് അൺലിമിറ്റഡ് സം അഷ്യൂർഡ് എന്നുള്ള കോളത്തിൽ അൺലിമിറ്റഡ് എന്നായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ഇനി ബേസിക്കലി വെയിറ്റിംഗ് പീരീഡ് 30 ദിവസം, ആദ്യത്തെ 30 ദിവസം ആക്സിഡന്റ് മാത്രമേ കവറേജ് ഉള്ളൂ, ഇനീഷ്യൽ വെയിറ്റിംഗ് പീരീഡ് എന്നാണ് പറയുക. അതുപോലെ സ്പെസിഫിക് ഡിസീസ് വെയിറ്റിംഗ് പീരീഡ് 2 ഇയർ ഉണ്ട്, അതായത് കിഡ്നി സ്റ്റോൺ, ഗോൾ ബ്ലാഡർ സ്റ്റോൺ, വെരിക്കോസ് വെയിൻസ്, സൈനസൈറ്റിസ്, അങ്ങനത്തെ ഒരു 19ഓളം അസുഖങ്ങൾക്ക് നമ്മൾക്ക് 2 ഇയർ കഴിഞ്ഞാലേ അതിന് കവറേജ് കിട്ടുള്ളൂ, അത് ഉണ്ട്. അതുപോലെ തന്നെ PD വെയിറ്റിംഗ് പീരീഡ് 2 കൊല്ലമേ ഉള്ളൂ. ബാക്കിയുള്ള പ്ലാനുകൾ ആദ്യങ്ങളുടെയും പല പ്ലാനുകളിലും 3 കൊല്ലമായിരുന്നു. ഇത് 2 ഇയേഴ്സേ PD വെയിറ്റിംഗ് പീരീഡ് ഉള്ളൂ. എസ്പെഷ്യലി യൂത്തുകൾ, ഇന്ത്യയിലെ യൂത്തിനെ ഹെൽത്തി ആക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അപ്പീലിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പോളിസി ആയിട്ടാണ് എനിക്ക് ഈ പ്ലാന് തോന്നിയിട്ടുള്ളത്, ആക്റ്റീവ് യുവ. അപ്പൊ ഈ പ്ലാനിനെ കുറിച്ചുള്ള ആക്റ്റീവ് യുവ എന്നുള്ള പ്ലാനിനെ കുറിച്ചുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. ഈ പ്ലാൻ എന്റെ പ്രീമിയം അറിയണമെങ്കിലും ഈ പ്ലാൻ പർച്ചേസ് ചെയ്യണമെങ്കിലും എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാം, എന്നെ വിളിക്കാം ഈ നമ്പറുകളിൽ. ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പല കമ്പനികളുമായി കമ്പയർ ചെയ്ത് ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിക്കാം, ഈ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യാം. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ പുതിയ പ്രൊഡക്റ്റിനെ കുറിച്ചും പുതിയ ഇൻഫർമേഷനെ കുറിച്ചും ഇൻഷുറൻസ് ഇൻവെസ്റ്റ്മെന്റിനെ ഉള്ള പുതിയ ഇൻഫർമേഷനെ കുറിച്ചും പുതിയ പ്രൊഡക്റ്റുകളെ കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ റെഗുലർ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.